ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈസി സ്നാക്സാണ്. ഫ്രഞ്ച് ടോസ്റ്റ്, ബോംബെ ടോസ്റ്റ് എന്നൊക്കെ പറയുന്ന ബ്രെഡും മുട്ടയും പാലും വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഇതിൽ കോൺഫ്ലോർ ചേർക്കാറില്ല. എനിക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദേ 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് പാല്, പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ഇട്ടാൽ മതി, ഞാനിപ്പോൾ ഇന്ന് കോൺഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതെ, കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. ഒരല്പം കോൺഫ്ലോറിൻ്റെ പൗഡർ കേട്ടോ, ചോളപ്പൊടി. നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്ന. ഇനി കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഓരോ ബ്രെഡുകളായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് അതിനകത്ത്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല ചൂടാക്കി എടുക്കുന്ന തവയാണ്. ഇതിൻ്റെ മേലിൽ കൂടി ഞാനിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി മൊരിയട്ടെ. ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് ടോസ്റ്റ്. ശരിക്കും ഇത് ബട്ടറിൽ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഫ്രഞ്ച് ടോസ്റ്റ്, ബോംബെ ടോസ്റ്റ് എന്നും കൂടി പറയൂ കേട്ടോ. 2 പേരുണ്ട് ഇതിന്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. വളരെ സിമ്പിൾ ഈസി റെസിപ്പിയാണ്. അവിടെ പണി കഴിഞ്ഞു, ടോസ്റ്റ് റെഡിയായി. ശരിക്കും ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ മുട്ടയും പാലും പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തതാണ്. എനിക്ക് ഈ മുട്ടയുടെ തന്നെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കോൺഫ്ലോർ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും പാലും മുട്ടയും മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബോംബെ ടോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. വളരെ ടേസ്റ്റിയാണ് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.